കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായിട്ടുള്ള മെഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയെ പറ്റിയിട്ടാണ്. അപ്പോൾ ചാപ്റ്ററിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മളുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പം എന്താണ് മധ്യകാല ഇന്ത്യയെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രാചീന ഇന്ത്യയുണ്ട്, മധ്യകാല ഇന്ത്യയുണ്ട്, നവീന ഇന്ത്യയുണ്ട്. പ്രാചീന ഇന്ത്യ എന്ന് പറയുമ്പോൾ ഏറ്റവും പഴയ കാലഘട്ടമാണ്. മധ്യകാല ഇന്ത്യ, പിന്നെന്താണ് നവീന ഇന്ത്യ. നവീന ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുതിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഇന്ത്യയാണ് നവീന ഇന്ത്യ. അപ്പം ഈ പ്രാചീന ഇന്ത്യക്കും നവീന ഇന്ത്യക്കും ഇടയിൽ വരുന്ന കാലഘട്ടമാണ് മധ്യകാല ഇന്ത്യ എന്ന് പറയുന്നത്. ഈ മധ്യകാല ഇന്ത്യയുടെ സമയത്താണ് കൂടുതലും രാജവംശങ്ങളൊക്കെ നിലനിന്നിരുന്നത്. അത്തരത്തിൽ നിലനിന്നിരുന്ന 2 രാജവംശങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതെന്തൊക്കെയാണ്, അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്, ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അവിടെ നമുക്ക് 2 ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചിത്രം എന്താണ്, രണ്ടാമത്തെ ചിത്രം എന്താണ്. ഫസ്റ്റ് ചിത്രം എന്ന് പറയുന്നത് റെഡ് ഫോർട്ടാണ്, ചെങ്കോട്ടയാണല്ലേ. രണ്ടാമത്തെ ചിത്രം ഹംപിയാണ്. നോക്കാം. യു മൈറ്റ് ഹാവ് സീൻ അവർ പ്രൈം മിനിസ്റ്റർ ഹോയിസ്റ്റിംഗ് ദ നാഷണൽ ഫ്ലാഗ് ഹിയർ ഓൺ ഇൻഡിപെൻഡൻസ് ഡേ. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നത് ഇവിടെയാണ്. ഇവിടെ റെഡ് ഫോർട്ടിലാണ്, ചെങ്കോട്ടയിലാണ് പതാക ഉയർത്തുന്നത്. ദ ഫസ്റ്റ് ഫിഗർ ഈസ് ദ റെഡ് ഫോർട്ട് ബിൽഡ് ഇൻ ഡൽഹി ഡ്യൂറിംഗ് ദ റീജൻ മുഗൾ എംപറർ ഷാജഹാൻ. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാന്റെ സമയത്ത് പണി കഴിപ്പിച്ച റെഡ് ഫോർട്ടാണ് ഫസ്റ്റ് ചിത്രത്തിൽ ഉള്ളത്. ദ സെക്കൻഡ് ഈസ് ദ ഫിഗർ ഓഫ് ഹംപി. രണ്ടാമത്തെ ചിത്രം ഹംപിയുടേതാണ്. ദ ക്യാപിറ്റൽ ഓഫ് വിജയനഗര ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദി സെയിം പീരീഡ്. ഈ പീരീഡിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ നിലനിന്ന രാജവംശമായിരുന്നു വിജയനഗര രാജവംശം. ഈ രാജവംശത്തിലെ വിജയനഗരത്തിൻ്റെ ക്യാപിറ്റലായിരുന്ന ഹംപിയുടെ ചിത്രമാണ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത്. നോക്കിയാലോ. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ ഭരണകാലത്ത് ഡൽഹിയിൽ നിർമ്മിച്ച ചെങ്കോട്ടയാണ് ഫസ്റ്റ് ഉള്ള ചിത്രം. ഇതേ കാലത്ത് ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന വിജയനഗരത്തിന്റെ തലസ്ഥാനമായ ഹംപിയുടെ ചിത്രമാണ് രണ്ടാമതായി കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 രാജവംശങ്ങളെ പറ്റി പറഞ്ഞു. എന്തായിരുന്നു? മുഗൾ ചക്രവർത്തി, മുഗൾ ഭരണത്തെ പറ്റിയും പറഞ്ഞു, വിജയനഗരത്തെ പറ്റിയും പറഞ്ഞു. അപ്പോൾ ഈ 2 ഭരണങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 2 രാജ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത്. ഏതൊക്കെ? മുഗൾ രാജവംശവും വിജയനഗര രാജവംശവും. ഫസ്റ്റ് നമുക്ക് മുഗൾ രാജവംശം, മുഗൾ ഭരണത്തിനെ പറ്റി നോക്കാം. മുഗൾ റൂൾ എന്നുതൊട്ട് എന്ന് വരെയാണ്? 1526 തൊട്ട് 1857 വരെയാണ്. നോക്കിയാലോ. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. 1526 മുഗൾ ഭരണം ആരംഭിച്ചത് ആരാണ്? ബാബറാണ്. ഇത് മുഗൾസ് റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. ഇവരുടെ കേന്ദ്രം എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. ഡൽഹി കേന്ദ്രമാക്കിയിട്ടാണ് മുഗൾ റൂളേഴ്സ് ഭരണം നടത്തിയിരുന്നത്. ഡൽഹി കേന്ദ്രമാക്കി ഇവർ 1857 വരെ ഭരിച്ചു. അപ്പോൾ 1526 ബാബറാണ് ഇത് സ്ഥാപിച്ചത്. 1857 വരെ ഇവർ ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തി. ഇവരുടെ ഇത്രയും വർഷത്തെ ഭരണത്തിനിടയ്ക്ക് കുറേ അധികം രാജാക്കന്മാർ ഭരണം മാറി മാറി വന്നു. അപ്പം അവരേതൊക്കെയാണ്, ആ ഭരണാധികാരികൾ ഏതൊക്കെയാണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ആ റൂളേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ബാബറാണ്. നമ്മൾ പറഞ്ഞല്ലേ, മുഗൾ ഭരണം സ്ഥാപിച്ചത് ബാബറാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഭരണാധികാരിയും ബാബറാണ്. 1526 തൊട്ട് 1530 വരെ ബാബർ ഭരണം നടത്തി. രണ്ടാമത് വന്ന ആളാണ് ഹുമയൂൺ. 1530 തൊട്ട് 1540 വരെയും 1555 തൊട്ട് 1556 വരെയും നടത്തി. അപ്പോൾ 2 തവണ ഹുമയൂൺ ചക്രവർത്തി ആയിട്ടുണ്ട്. മൂന്നാമത്തെ ആളാണ് അക്ബർ. 1556 1605 വരെ ഭരണം നടത്തിയ ആളാണ് അക്ബർ ചക്രവർത്തി. അടുത്തത് ജഹാംഗീറാണ്. 1605 മുതൽ 1627 വരെ ജഹാംഗീർ ഭരണം നടത്തി. ഷാജഹാനെ നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു അല്ലേ. നമ്മുടെ റെഡ് ഫോർട്ട് പണി കഴിച്ചത് ഈ ഷാജഹാന്റെ ഭരണകാലത്താണ്. 1628 മുതൽ 1658 വരെ ഷാജഹാൻ ഭരണം നടത്തി. ലാസ്റ്റ് ഭരണം നടത്തിയ ആളാണ് ഔറംഗസീബ്. 1658 മുതൽ 1707 വരെ. ഇത്രയും ഭരണാധികാരികളായിരുന്നു മുഗൾ ഭരണകാലത്ത് മുഗൾ രാജവംശത്തിൽ ഭരണം നടത്തിയിരുന്നത്. ഇവരുടെ ഓർഡറിൽ പഠിച്ചു വെക്കണം. ആരൊക്കെയാണ്? ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. ഇത്രയും ഭരണാധികാരികൾ മാത്രമല്ല, വേറെ ഭരണാധികാരികളുമുണ്ട്. ഇവരായിരുന്നു പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. അത് എന്ന് ഓർത്തിരുന്നോണം. ഇത്രയും പേര് മാത്രമല്ല കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയും പേരുടെ പേരുകൾ ഓർഡറിൽ പഠിച്ചു വെക്കുക. നമുക്ക് അപ്പോൾ അടുത്തതിലോട്ട് പോകാം.
ഇത് മുഗൾസ് ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം. മുഗളുടെ ഭരണം എന്ന് പറയുന്നത് വളരെ വലിയൊരു രാജ്യമായിരുന്നു, വളരെ വിസ്തൃതമായ രാജ്യമായിരുന്നു മുഗൾ രാജവംശം. ഇൻ അഡീഷൻ ടു ടുഡേയ്സ് ഇന്ത്യ ദ മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ടു ദ നെയ്ബറിംഗ് കൺട്രീസ് ഓൾസോ. നമ്മുടെ ഇന്ന് കാണുന്ന ഇന്ത്യയിൽ കൂടാതെ, ഇന്ത്യ എന്ന രാജ്യത്തിൽ കൂടാതെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലും മുഗൾ രാജവംശം വ്യാപിച്ചു കിടന്നിരുന്നു. നോക്കിക്കേ, ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഭരണാധികാരിയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തിൽ ഔറംഗസീബ് അല്ലേ. ഔറംഗസീബിൻ്റെ കാലത്തുണ്ടായിരുന്ന മുഗൾ ഭരണത്തിൻ്റെ ഈ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ ഇന്ത്യയുടെ നമ്മുടെ നോർമൽ മാപ്പല്ലല്ലോ. ഇന്ത്യ കൂടാതെ ഈ ഭാഗത്ത് പാകിസ്ഥാനിലും അതേപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തും നേപ്പാളിൻ്റെ ഭാഗത്തും എല്ലാം നമ്മുടെ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളിലാണ് മുഗൾ ഭരണം വ്യാപിച്ചിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടൊക്കെയാണ്? അഫ്ഗാനിസ്ഥാനിലുണ്ട്, പിന്നെ എവിടെയൊക്കെയാണ്? പാകിസ്ഥാനിലുണ്ട്, നേപ്പാൾ, ബംഗ്ലാദേശ്. ഇത്രയും പ്രദേശങ്ങളിൽ ഈ മുഗൾ ഭരണം വ്യാപിച്ചിരുന്നു. നോക്കിക്കേ, ഇന്ത്യയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് കണ്ടോ, ഇവിടെ എല്ലാം ഇത്രയും ഭാഗത്തോളം വ്യാപിച്ചു കിടന്നിരുന്ന രാജവംശമാണ് മുഗൾ രാജവംശം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, മുഗൾ രാജവംശവും അതിലെ രാജാക്കന്മാരും വളരെ ശക്തരായിരുന്നു. അതുകൊണ്ടല്ലേ ഇത്രയും പ്രദേശം അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞത്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ദ മുഗൾസ് ആൻഡ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മംഗോൾ. മംഗോൾ എന്ന പദത്തിൽ നിന്നുമാണ് മുഗൾ എന്ന വാക്ക് ഉണ്ടായത്. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മംഗോൾ. മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. ബാബർ, ദ ഫൗണ്ടർ ഓഫ് ദി മുഗൾ കിങ്ഡം, വാസ് ദ ഡിസീസൻറ്റ് ഓഫ് ദി ടർക്കിഷ് റൂളർ തിമൂർ പറ്റേണൽ വേ ആൻഡ് ദ മംഗോൾ കിങ് ചെങ്കിഷ് ഖാൻ മെറ്റേണൽ വേ. അതായത് നമ്മുടെ ബാബറിൻ്റെ പിതാവ് വഴിയിട്ട് തുർക്കി ഭരണാധികാരിയായിരുന്ന തിമൂറുമായിട്ടും മാതാവ് വഴിയിട്ട് മംഗോൾ രാജാവായിരുന്ന ചെങ്കിഷ് ഖാൻ്റെയും പിൻഗാമിയായിരുന്നു ബാബർ. അതായത് ബാബറിൻ്റെ ഫാദർ വഴി തുർക്കി ഭരണാധികാരിയായിട്ട് ബന്ധമുണ്ടായിരുന്നു, മാതാവ് വഴി മംഗോൾ രാജാവുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. ഇറ്റ് വാസ് ദി യൂറോപ്യൻ ഹു സ്റ്റാർട്ടഡ് അഡ്രസ്സിംഗ് ദിസ് ഡൈനാസി ആസ് മുഗൾ ഡ്യൂറിങ് ദ 16th century. 16ാം നൂറ്റാണ്ടായപ്പോൾ യൂറോപ്യന്മാരാണ് ഈ രാജവംശത്തിന് മുഗൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. കാരണം എന്തായിരിക്കാം? മംഗോളുമായിട്ട് ബന്ധമുണ്ടല്ലോ, മംഗോളുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് മംഗോളിൽ നിന്നും ഉണ്ടായ വാക്കാണ് മുഗൾ എന്നുള്ളത്. ഇത് പേരിട്ടത് ആരാണ്? യൂറോപ്യൻസ് ആണ് ഇൻ 16th century. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് പാനിപ്പട്ട് യുദ്ധത്തിനെ പറ്റിയിട്ടാണ്. പാനിപ്പട്ട് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിക്കാൻ വേണ്ടി കാരണമായ ഒരു യുദ്ധമാണ് പാനിപ്പട്ട് യുദ്ധം എന്ന് പറയുന്നത്. പാനിപ്പട്ട് യുദ്ധം നടന്നത് നമ്മുടെ ബാബറും അതുപോലെ തന്നെ ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു. ഇബ്രാഹിം ലോധി ആരാ? ലോധി രാജവംശം എന്ന് പറയുന്ന രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി എന്ന് പറയുന്നത്. ആ സമയം ഇബ്രാഹിം ലോധി വംശത്തിലെ ഭരണാധികാരിയായിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഈ സ്ഥലം കണ്ടല്ലോ, ഈ കാബൂളിലെ ഭരണാധികാരിയായിരുന്നു ബാബർ. അപ്പം ഈ ബാബറും ലോധി രാജവംശത്തിലെ അവസാനത്തെ രാജാവായിരുന്ന ഇബ്രാഹിം ലോധിയും തമ്മിൽ നമ്മുടെ ഹരിയാനയിലെ പാനിപ്പട്ടിൽ വെച്ചിട്ട് ഒരു യുദ്ധം നടന്നു. 1526 ഇത് നടന്നത്. പാനിപ്പട്ട് യുദ്ധം നടന്ന വർഷം 1526. 1526 ഹരിയാനയിലെ പാനിപ്പട്ടി വെച്ചിട്ട് ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഇബ്രാഹിം ലോധി പരാജയപ്പെട്ടു. ആര് ജയിച്ചു? നമ്മുടെ ബാബർ ജയിച്ചു. ഇൻ ഹിസ്റ്ററി ദ ബാറ്റിൽ ഈസ് റെഫർഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ബാബർ ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ മുഗൾ റൂൾ ഇൻ ഇന്ത്യ ത്രൂ ഹിസ് വിക്ടറി. അങ്ങനെ ആര് ജയിച്ചു? ബാബർ ജയിച്ചു. ബാബർ ജയിച്ചതോടുകൂടി ഇന്ത്യയിൽ മുഗൾ ഭരണം ബാബർ ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചത്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. എന്തുമായിരുന്നു? 1526 ലോധി രാജവംശത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലത്തെ ഭരണാധികാരിയായിരുന്ന ഇബ്രാഹിം ലോധിയും കാബൂൾ ഭരിച്ചിരുന്ന ഭരണാധികാരിയായിരുന്ന ബാബറും തമ്മിൽ ഹരിയാനയിലെ പാനിപ്പട്ടി വെച്ചിട്ട് ഒരു യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയെ ബാബർ പരാജയപ്പെടുത്തി പുതിയ ഭരണം ഏറ്റെടുത്തു. അങ്ങനെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം ആരംഭിച്ചത്. മുഗൾ ഭരണത്തിൻ്റെ തുടക്കം കുറിച്ചത് ഈ യുദ്ധത്തോടു കൂടിയാണ്. ഓക്കെ ആണല്ലോ. അടുത്തത് ഒരു ഒബ്യൂട്ടറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ആൻ ഒബ്യൂട്ടറി റിട്ടൺ ബൈ ജെസ്യൂട്ട് പ്രീസ്റ്റ് പിയറി ജാരിക് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് എംപറർ അക്ബർ. അക്ബർ ചക്രവർത്തിയുടെ മരണശേഷം ജെസ്യൂട്ട് പ്രീസ്റ്റ് പിയറി ജാരിക്ക് എഴുതിയിട്ടുള്ള ഒരു ഒബ്യൂട്ടറി എന്ന അനുശോചന കുറിപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. എംപറർ അക്ബർ ഹു സൂക്ക് ദ ഈസ്റ്റ് പാസ്ഡ് അവേ. ഈസ്റ്റ് എന്താണ്? കിഴക്ക്. വിസൂക്ക് വിറപ്പിക്കുക. കിഴക്കിനെ വിറപ്പിച്ച ഭരണാധികാരിയായിരുന്ന
നമ്മുടെ അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. അക്ബർ വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എംപറർ. അക്ബർ ഒരു മഹാനായ ചക്രവർത്തിയായിരുന്നു. ഈവൻ വൈൽ ഹാവിംഗ് ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്റ്റ് ദേ ഓൾ ലവ്ഡ് ഹിം, റെസ്പെക്റ്റഡ് ഹിം ആൻഡ് വാസ് ഓൾവേസ് സബ്മിസീവ് ടു ഹിം. അദ്ദേഹം പറയുന്നത് പോലെ പ്രജകൾ അനുസരിച്ചിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ കമാൻഡ് എല്ലാ പ്രജകളും അനുസരിച്ചിരുന്നു. കൂടെ പ്രജകൾക്കെല്ലാവർക്കും അദ്ദേഹത്തിനോട് സ്നേഹവും ബഹുമാനവും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതായത് പ്രജകളെ ഒന്നും വെറുപ്പിക്കാതെ തന്നെ ഭരണം നടത്തിയിരുന്ന ഭരണാധികാരിയായിരുന്നു അക്ബർ എന്ന് പറയുന്നത്. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്, ഫെമിലിയർ അൺഫെമിലിയർ. അതായത് താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ അതുപോലെ പരിചിതനെന്നോ അപരിചിതനെന്നോ വ്യത്യാസമില്ലാതെയാണ് അദ്ദേഹം തുല്യമായിട്ടുള്ള നീതി നടപ്പിലാക്കിയിരുന്നത്. ഹി കൺസിഡേർഡ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് എലൈക്ക്. അതുപോലെ തന്നെ ഹിന്ദുക്കൾ മതങ്ങൾ തമ്മിലും അദ്ദേഹത്തിന് ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. ഹി ട്രീറ്റഡ് ദ സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് ദ വീക്ക് വിത്ത് മേഴ്സി. ശക്തരായവരോട് അദ്ദേഹം ശക്തമായിട്ട് തന്നെ എതിർത്തിരുന്നു. കരുണയോടെ പെരുമാറിയിരുന്നു. അശക്തരോട് കരുണയോടെയും പെരുമാറിയിരുന്ന ഭരണാധികാരിയായിരുന്നു അക്ബർ എന്ന് പറയുന്നത്. ഹി വാസ് ലവ്ഡ് ബൈ ഓൾ. അദ്ദേഹത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കാം അക്ബർ ചക്രവർത്തി നല്ലൊരു ചക്രവർത്തിയായിരുന്നു. എല്ലാ ജനങ്ങൾക്കും പ്രജകൾക്കും തുല്യനീതി നടപ്പിലാക്കിയിരുന്ന ഭരണാധികാരിയായിരുന്നു അക്ബർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അക്ബറുടെ എല്ലാ പ്രജകൾക്കും സ്നേഹവും ബഹുമാനവും ആയിരുന്നു. കൂടാതെ തന്നെ അദ്ദേഹം ശക്തനായൊരു ഭരണാധികാരിയും കൂടെ ആയിരുന്നു. മലയാളം നോക്കിയാലോ. കിഴക്കിനെ ഉറപ്പിച്ച അക്ബർ ചക്രവർത്തി നിര്യാതനായിരിക്കുന്നു. തീർച്ചയായും അക്ബർ മഹാനായ ചക്രവർത്തി ആയിരുന്നു. ഒരേ സമയം പ്രജകളിൽ നിന്ന് സ്നേഹവും ബഹുമാനവും വിധേയത്വവും ലഭിച്ചുകൊണ്ട് തന്നെ ആജ്ഞാശക്തി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. ഉയർന്ന താഴ്ന്ന വിഭാഗങ്ങളെ തരംതിരിവില്ലാതെയും പരിചിത അപരിചിത വ്യത്യാസമില്ലാതെയും ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വ്യത്യാസമില്ലാതെയും തുല്യനീതി നടപ്പിലാക്കിയ കരുത്തരോട് അശക്തരോട് കരുണയോടും പെരുമാറിയ സുൽത്താൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അക്ബർ ചക്രവർത്തിയെ പറ്റി ഒരു ക്യാരക്ടർ മനസ്സിലാക്കാൻ നമുക്ക് പറ്റും അല്ലേ. അടുത്ത അവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി മുഗൾ റൂളർ അക്ബർ ഫ്രം ദി എബോ നോട്ട്. ഈ നോട്ടിൽ നിന്ന് അക്ബറിനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാക്കി? അക്ബർ വാസ് എ പവർഫുൾ റൂളർ. അദ്ദേഹം ഒരു പവർഫുൾ ആയിട്ടുള്ള റൂളറായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു? ഈക്വൽ ജസ്റ്റിസ് ആയിരുന്നു നടപ്പിലാക്കിയിരുന്നത്. ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നത്. പിന്നെന്തായിരുന്നു? ഈവൻ വൈൽ ഹാവിംഗ് ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്റ്റ് ദേ ഓൾ ലവ്ഡ് ഹിം. അദ്ദേഹത്തിൻ്റെ ആജ്ഞാശക്തി ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ പ്രജകൾ എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിനെ അനുസരിക്കുന്ന പ്രജകളായിരുന്നു ഉണ്ടായിരുന്നത്. പ്രജകൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ. അടുത്ത ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൽ? ദ അക്ബർ, ദ ഫേമസ് റൂളർ ഓഫ് ദി മുഗൾ ഡൈനാസ്റ്റി, ഡിസ്കസ് വിത്ത് വേരിയസ് റിലീജിയസ് ലീഡർ. വിവിധ മതവിഭാഗത്തിൽപ്പെട്ട ലീഡേഴ്സുമായിട്ട് ചർച്ച നടത്തുന്ന അക്ബർ ചക്രവർത്തിയുടെ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. In 1575, Akbar built ഇബാദത്ത് ഖാന ഇൻ ഹീസ് ന്യൂ ക്യാപിറ്റൽ ഫത്തേപൂർ സിക്രി. അദ്ദേഹത്തിൻ്റെ പുതിയ തലസ്ഥാനമായിരുന്നു എന്ത്? ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്തോ സ്ഥാപിച്ചു? ഒരു ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയൻ യൂസ്ഡ് ടു ഗാദർ ഹിയർ. അദ്ദേഹം എന്തായിരുന്നു? അവിടെ വിവിധ മതത്തിൽപ്പെട്ട ആളുകളും പണ്ഡിതരും പ്രമുഖരും എല്ലാവരും അവിടെ ഒത്തുചേർന്നിരുന്നു. ദീസ് ഡിസ്കഷൻ സ്പീക്ക് വോളിയംസ് അബൌട്ട് അക്ബർസ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. അദ്ദേഹം നമ്മൾ പറഞ്ഞിരുന്നു അക്ബർ ചക്രവർത്തി ഒരു മതങ്ങളോടും ഒരു പ്രത്യേകത കാണിച്ചിരുന്നില്ല. എല്ലാ മതങ്ങളെയും ഒന്നായി കണ്ടിരുന്ന ചക്രവർത്തിയായിരുന്നു അക്ബർ ചക്രവർത്തി. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇദ്ദേഹം ഈ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത് തന്നെ വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഒത്തുചേരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എല്ലാ മതങ്ങളെയും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്തിരുന്നു. അക്ബർ പിന്തുടരുന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ്. അപ്പോൾ എല്ലാ മതത്തിലെ നേതാക്കളെ ഒന്നിച്ചിരുത്തി ചർച്ച നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട്. Akbar created Din Ilahi, his visionary religion, by combining the good aspects of all religion. എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്തൊരു ദർശനമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. ദിൻ ഇലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു ദർശനമാണ് ദിൻ ഇലാഹി. പീസ് ടു ഓൾ ഓർ സുൽ ഹിൽ കുൽ is the core of this vision.
എന്താണ് എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹ് ഇൻ കുൽ എന്നാണ് ഈ ദർശനത്തിൻ്റെ കാതൽ. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും സമാധാനം, എല്ലാ മതത്തിലുള്ളപ്പെട്ടവർക്കും സമാധാനം ഉണ്ടാവണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. He aimed to clarify the idea that all vision are for the welfare of human being. എന്തിനായിരുന്നു? എല്ലാ മനുഷ്യരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം ഈ ആശയം വ്യക്തമാക്കിയിരുന്നത്. എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന ആശയം വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം എല്ലാ ദർശനങ്ങളും ഇതുപോലെ എന്തായിരുന്നു? എല്ലാ മനുഷ്യരുടെയും ക്ഷേമത്തിന് വേണ്ടിയിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി എന്ന്. ഫത്തേപൂർ സിക്രിയുടെ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഫത്തേപൂർ സിക്രി. ഓക്കെ ആണല്ലോ. അടുത്തായിട്ട് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ പിക്ചറിൽ പറഞ്ഞിട്ടുള്ളത്? അക്ബർ ദ ഫേമസ് റൂളർ ഓഫ് മുഗൾ ഡൈനാസ്റ്റി ഡിസ്കസസ് വിത്ത് വേരിയസ് റിലീജിയസ് ലീഡേഴ്സ്. അപ്പോൾ ഇവിടെ അക്ബർ ചക്രവർത്തി ഉണ്ട് അല്ലേ? അക്ബർ ചക്രവർത്തി വിവിധ മതത്തിൽപ്പെട്ട മതത്തിലെ ലീഡേഴ്സുമായിട്ട് ചർച്ച നടത്തുന്ന ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. In 1575, Akbar built ഇബാദത്ത് ഖാന in his new capital, ഫത്തേപൂർ സിക്രി. അദ്ദേഹത്തിൻ്റെ പുതിയ ക്യാപിറ്റലായിരുന്നു, അതായത് തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത്. അപ്പോൾ ഫത്തേപൂർ സിക്രിയിൽ 1575 അദ്ദേഹം ഒരു ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. എന്താണ് ഇബാദത്ത് ഖാന? സ്കോളേഴ്സ് ആൻഡ് ഡിഗ്നിറ്ററീസ് ഓഫ് വേരിയസ് റിലീജിയൻസ് യൂസ്ഡ് ടു ഗാദർ ഹിയർ. എന്താണ്? വിവിധ മതത്തിൽപ്പെട്ട മതങ്ങളിലെ പണ്ഡിതന്മാരും പ്രമുഖന്മാർക്കും ഒത്തുചേരുന്ന സ്ഥലമായിരുന്നു ഈ ഇബാദത്ത് ഖാന എന്ന് പറയുന്നത്. ദ ഡിസ്കഷൻ സ്പീക്ക് വോളിയംസ് അബൌട്ട് അക്ബേഴ്സ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. അദ്ദേഹം തുടർന്ന മതസഹിഷ്ണുതാ നയത്തിന് ഇത്തരം ചർച്ചകൾ ഉത്തമ ഉദാഹരണമാണ്. അപ്പം അക്ബർ ആണെങ്കിൽ എല്ലാ മതങ്ങളെയും ഒരേപോലെ കണ്ടിരുന്ന വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞില്ലേ? അപ്പം എല്ലാ മതങ്ങളിലെ നേതാക്കന്മാർക്കും ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ രൂപീകരിച്ചത് അദ്ദേഹത്തിൻ്റെ മതസഹിഷ്ണുതയ്ക്ക് വളരെയധികം ഒരു ഉദാഹരണമാണ്. അടുത്തതാണ്, അക്ബർ ഒരു മതം രൂപീകരിച്ചു. ആ മതത്തിൻ്റെ പേരാണ് എന്ത്? ദിൻ ഇലാഹി എന്ന് പറയുന്നത്. Okay. Akbar created Din Ilahi is a visionary religion by combining the good aspects of all religion. അക്ബർ ആണെങ്കിൽ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് രൂപം കൊടുത്തൊരു ദർശനമാണ് ദിൻ ഇലാഹി. അക്ബർ രൂപീകരിച്ചൊരു മതമാണ് ദിൻ ഇലാഹി. അതിലെന്താണ്? എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ മാത്രം കോർത്തിണക്കിയിട്ടുള്ള ഒരു രൂപീകരിച്ചവയാണ്. പീസ് ടു ഓൾ ഓർ സുൽഹി കുൽ ഇസ് കോർ ഓഫ് ദി വിഷൻ. പീസ് ടു ഓൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും സമാധാനം. നോക്ക്, എല്ലാവർക്കും സമാധാനം അഥവാ സുൽഹി കുൽ എന്നാണ് ഇതിൻ്റെ കാതൽ എന്ന് പറയുന്നത്. He aimed to clarify the idea that all vision are for the welfare of human beings. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എല്ലാ മതങ്ങളുടെയും പ്രധാന ആശയം എന്തായിരുന്നു? എല്ലാ ആളുകളുടെയും ക്ഷേമം ആയിരുന്നു എന്ന് പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ്? ഇബാദത്ത് ഖാനയെ പറ്റിയിട്ടും പിന്നെ ദിൻ ഇലാഹിയെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് 1575 ഫത്തേപൂർ സിക്രിയിൽ അദ്ദേഹം പണി കഴിപ്പിച്ചതാണ്. വിവിധ മതത്തിലെ മതപണ്ഡിതന്മാർക്കൊക്കെ കൂടിയിരുന്ന് ചർച്ച നടത്തുകയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം രൂപീകരിച്ച ഒരു മതമാണ് ദിൻ ഇലാഹി എന്ന് പറയുന്നത്. ദിൻ ഇലാഹി എങ്ങനെയാണ് രൂപീകരിച്ചത്? എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ ചേർത്തിണങ്ങിക്കൊണ്ട് രൂപീകരിച്ചതായിരുന്നു ദിൻ ഇലാഹി. ദിൻ ഇലാഹിയുടെ കാതൽ എന്ന് പറയുന്നത് പീസ് ടു ഓൾ അല്ലെങ്കിൽ സുൽഹിക്കുൽ എന്നായിരുന്നു. എല്ലാവർക്കും സമാധാനം എന്നായിരുന്നു അതിൻ്റെ അർത്ഥം. ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാ ദർശനങ്ങളും മനുഷ്യരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഓക്കെ. അടുത്ത് നോക്കിക്കേ, ദ അബോളിഷൻ ഓഫ് ദി റിലീജിയസ് ടാക്സ് കോൾഡ് ജസിയ പ്രൂവ്ഡ് ദാറ്റ് അക്ബർ ഫോളോവഡ് ടോളറൻസ് ഇൻ ദി അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡ് ആസ് വെൽ. അപ്പോൾ നമ്മുടെ ഒരു റിലീജിയസ് ടാക്സ് അവിടെ നിന്നിരുന്നു. റിലീജിയസ് ടാക്സ് എന്താണ്? മതപരമായിട്ടുള്ള മതനികുതി. അതായത് ആ സമുദായത്തിൽ, അതായത് മുസ്ലിം സമുദായത്തിൽ പെടാത്ത ആളുകൾ ടാക്സ് അടയ്ക്കണം എന്നുകൊണ്ട് ഇതുണ്ടായിരുന്നു അവിടെ. അപ്പം അത് നിർത്തലാക്കി അക്ബർ ചക്രവർത്തി. അപ്പോൾ ഇതെന്താണ്? ജസിയ എന്ന മതനികുതി നിർത്തലാക്കിയത് ഭരണരംഗത്തും അക്ബർ സഹിഷ്ണുതാ നയം പിന്തുടർന്നു എന്നതിന് തെളിവാണ്. പീപ്പിൾ ഫ്രം ഓൾ സെക്സ് വെയർ ട്രീറ്റഡ് ഈക്വലി ഇൻ ഓൾ സ്പിയേഴ്സ് ഓഫ് ദി മുഗൾ റൂള്. മുഗൾ ഭരണകാലത്ത് എല്ലാ മേഖലകളിലും എല്ലാ മതത്തിലുള്ള ആളുകളെയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. രാജ ടോഡർമാൽ, രാജ മാൻസിംഗ്, രാജ ഭഗവൻ ദാസ് ആൻഡ് ബീർബൽ വെയർ പ്രോമിനന്റ് എമംഗ് ദോസ് ഹു ഹെൽഡ് ഹൈ പൊസിഷൻ ഇൻ ദി റോയൽ കോർട്ട് ഓഫ് എംപറർ അക്ബർ. അക്ബറിൻ്റെ സദസ്സിലെ പ്രമുഖരായിട്ടുള്ള
വ്യക്തികളായിരുന്നു ഇവരെല്ലാം. ആരൊക്കെയാ? രാജാ ടോളർമാനും രാജാ മാൻസിംഗ്, രാജാ ഭഗവൻ ദാസ്, ബീർബൽ എന്നിവരെല്ലാം. അപ്പോൾ ഇതിലെന്താണ്, എല്ലാ മതത്തിലും പെട്ട ആളുകളെയും അവരുടെ സദസ്സിൽ ഉൾക്കൊള്ളിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ്, ഉദാഹരണമാണ് ഇത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വാട്ട് വാസ് അക്ബർസ് എയിം ഇൻ ബിൽഡിംഗ് ഇബാദത്ത് ഖാന? ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എന്തിനാണ് പണി കഴിപ്പിച്ചത്? വിവിധ മതത്തിൽപ്പെട്ട മത നേതാക്കന്മാർക്ക് ചർച്ചകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. അടുത്ത് നോക്കൂ. മുഗൾ സുൽത്താൻ ജഹാംഗീർ റെക്കോർഡഡ് ഇൻ ഹിസ് മെമ്മോയർ തുസൂക്കി ജഹാംഗീറി ദാറ്റ് അക്ബർ ഹാഡ് ഓർഡർഡ് ഹിസ് ഫോളോവേഴ്സ്. അക്ബറിൻ്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഗൾ സുൽത്താനായിരുന്ന ജഹാംഗീർ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോയർ ആയിരുന്ന, അതായത് ഓർമ്മക്കുറിപ്പായിരുന്ന തുസൂക്കി ജഹാംഗീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. മൈ ഫോളോവേഴ്സ് ഷുഡ് നോട്ട് വേസ്റ്റ് ടൈം ഇൻ enmity വിത്ത് അതർ റിലീജിയൻ. എൻ്റെ ഫോളോവേഴ്സ്, എന്നെ ഫോളോ ചെയ്യുന്നവർ വേറെ മതത്തിൽപ്പെട്ട ആളുകളോട് ശത്രുത വെച്ച് പുലർത്താൻ പാടില്ല. ലെറ്റ് ദ കൺസെപ്റ്റ് ഓഫ് സുൽഹിക്കുൽ, അതായത് പീസ് ടു ഓൾ, ബി അപ്ലൈഡ് ടു ഓൾ ബിലോങ്ങിങ് ടു അതർ റിലീജിയൻ. എന്താണ്? ഇതര മതസ്ഥരോടുള്ള ബന്ധത്തിൽ സുൽഹിക്കുൽ എന്ന ആശയം അനുവർത്തിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും സമാധാനം വേണം എന്നുള്ള ആശയം എല്ലാ മതത്തിലുള്ളവർക്കും ലഭിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഡു നോട്ട് കിൽ ആനിമൽസ് ഓർ ടേക്ക് അപ്പ് ആംസ് എക്സെപ്റ്റ് ഇൻ ടൈംസ് ഓഫ് വാർ. എന്താണ്? മൃഗങ്ങളെ കൊല്ലുകയോ യുദ്ധസമയങ്ങളൊഴികെ ആയുധങ്ങൾ എടുക്കുകയോ ചെയ്യരുത്. അപ്പം മൃഗങ്ങളെ കൊല്ലാനോ ആയുധങ്ങൾ യുദ്ധത്തിൻ്റെ സമയത്തല്ലാതെ ഉപയോഗിക്കാനോ പാടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിനോട് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് മുഗൾ ആർമിയെ പറ്റി നോക്കാം. മുഗൾ സൈന്യം. ഡ്യൂറിംഗ് ദ മുഗൾ പീരീഡ് എ സ്ട്രോങ് ആർമി വാസ് നീഡഡ് ടു എക്സ്പാൻഡ് ദി കിങ്ഡം ആസ് വെൽ ആസ് മെയിൻറ്റെയിൻ ദ എക്സ്പാൻഡഡ് കിങ്ഡം. അതായത് മുഗൾ കാലഘട്ടത്തിൽ രാജ്യം വിപുലമാക്കുന്നതിനും വിസ്തൃതമാക്കപ്പെട്ട രാജ്യം നിലനിർത്തുന്നതിനും ശക്തമായിട്ടൊരു സൈന്യത്തിന് ആവശ്യമുണ്ടായിരുന്നു. മൻസബ്ദാരി വാസ് ദി മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് അക്ബർ കൊണ്ടുവന്ന ഒരു സിസ്റ്റമാണ് മൻസബ്ദാരി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദി സിസ്റ്റം ഈച്ച് ഓഫീസേഴ്സ് ഹാഡ് എ റെജിമെൻറ്റ് അണ്ടർ ഹിം. ഈ സിസ്റ്റം അനുസരിച്ച് എല്ലാ ഓഫീസറിൻ്റെയും കീഴിൽ ഒരു സൈനിക വ്യൂഹമുണ്ടായിരുന്നു. ദിസ് ടൈറ്റിൽ മൻസബ് റെഫേഴ്സ് ടു ദി നമ്പർ ഓഫ് കവലറി ഈച്ച് ഓഫീസേഴ്സ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. മൻസബ് എന്ന് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓരോ ഓഫീസേഴ്സും മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുതിരപ്പടകളുടെ എണ്ണത്തിനെയാണ് മൻസബ് എന്ന് പറയുന്നത്. ദ റാങ്ക് ഓഫ് ദി മൻസബ് വാസ് ഡിറ്റർമിൻഡ് ബൈ ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ് ടു ബി മെയിൻറ്റെയിൻ. ഈ മൻസബ്സിൻ്റെ റാങ്ക് നിശ്ചയിക്കുന്നത് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന സൈന്യത്തിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ടായിരുന്നു. ദിസ് സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു മെയിൻറ്റെയിൻ ആർമി പേയിങ് ഡയറക്ട്ലി ഫ്രം ദ സ്റ്റേറ്റ് എക്സ്ചക്കർ. അതായത് നമ്മുടെ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം കൊടുക്കുന്നത് ഒഴിവാക്കുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്താണ്? സൈന്യത്തിന് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സമ്പ്രദായം കൊണ്ടുവന്നത്. മൻസബ്ദാർസ് വെയർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദിയർ റാങ്ക്സ്. അപ്പോൾ അവരുടെ റാങ്കിനനുസരിച്ച് മൻസബ്ദാർമാർക്ക് ഭൂമി വിധിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. ദ മൻസബ്ദാർസ് മെയിൻറ്റെയിൻഡ് ഹിസ് ആർമി ബൈ കളക്ടിങ് ടാക്സ് ഫ്രം ലാൻഡ് അലോട്ടഡ് ടു ദം. മൻസബ്ദാർ അവർക്ക് നൽകിയിട്ടുള്ള ഭൂമിയിൽ നിന്ന് നികുതി പിരിച്ചിരുന്നു. ആ നികുതിയിൽ നിന്നാണ് അവരുടെ സൈന്യത്തിനെ സംരക്ഷിച്ചിരുന്നത്. ദ സപ്പോർട്ട് ഓഫ് നോബൽസ് ആൻഡ് ദ മിലിറ്ററി വാസ് നെസസറി ടു ക്യാരി ഫോർവേഡ് ദ റെജിമെൻറ്റ് സ്ട്രോങ്ലി. അവരുടെ രാജ്യത്തെ വളരെ ശക്തമായിട്ട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രഭുക്കന്മാരുടെയും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെയും ആവശ്യകത വളരെ വലുതായിരുന്നു. മൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചതായിരുന്നു മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, നമുക്കൊന്നുകൂടെ നോക്കാം. മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സൈനിക വ്യവസ്ഥയായിരുന്നു. സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നേരിട്ട് പണം എടുക്കാതെ സൈന്യത്തെ നിലനിർത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. കൂടാതെ എന്താണ്, നമ്മുടെ രാജ്യം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ആരുടെയൊക്കെ സപ്പോർട്ട് വേണം? പ്രഭുക്കന്മാരുടെയും സൈന്യത്തിൻ്റെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവരെല്ലാം ശക്തമായിട്ട് നിലനിർത്താൻ കൊണ്ടുവന്നതായിരുന്നു മൻസബ്ദാരി വ്യവസ്ഥ. മൻസബ്ദാരി വ്യവസ്ഥയുടെ കീഴിൽ കുറേ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ എല്ലാം കീഴിൽ ഓരോ സൈനിക വ്യൂഹങ്ങളുണ്ടായിരുന്നു. ഓരോ ഉദ്യോഗസ്ഥരും നിലനിർത്തുന്ന സൈന്യത്തിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് അവർക്ക് റാങ്ക് നിശ്ചയിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ പല റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ റാങ്കിനനുസരിച്ച് ഭൂമി വീതിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന നികുതിയിൽ നിന്നിട്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥർ അവരുടെ സൈന്യത്തെ നിലനിർത്തിയിരുന്നത്. ഇതാണ് മൻസബ്ദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മുഗൾ കിങ്ഡത്തിനെ പറ്റിയിട്ടാണ്. മുഗൾ രാജ്യം. മുഗൾ കാലഘട്ടത്തിൽ ഭരണ സൗകര്യത്തിനായി സ്വീകരിച്ചിരുന്ന ക്രമീകരണം എന്തായാലും നോക്കാം. അപ്പം വലിയൊരു രാജ്യമായിരുന്നല്ലോ മുഗൾ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പല തട്ടുകളായി തരംതിരിച്ചിട്ടായിരുന്നു ഭരണം നടത്തിയിരുന്നത്.
അതിൽ നോക്കിക്കേ, ഒന്നാമത് കൊടുത്തിട്ടുള്ളത് സുബയാണ്, പിന്നെ സർക്കാർ, പർഗാന, ഗ്രാമ എന്നിങ്ങനെ 4ആയിട്ടായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത് മുഗൾ രാജ്യത്തെ. എന്തൊക്കെയാണ്? സുബ, സർക്കാർ, പർഗാന, ഗ്രാമ എന്നിങ്ങനെ 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. It was during Akbar's regime in Mughal rule that such an administrative order was effectively formed. മുഗൾ ഭരണത്തിൽ അക്ബറിൻ്റെ കാലത്താണ് ഇത്തരത്തിലൊരു ഭരണക്രമം ഫലപ്രദമായി രൂപപ്പെടുത്തിയത്. അപ്പോൾ അക്ബറിൻ്റെ കാലത്താണ് എന്ത് വന്നത്? ഈ ഒരു സമ്പ്രദായം നിലവിൽ വന്നത്. The emperor was the sovereign authority of the country, the commander-in-chief, the lawmaker and the supreme judge. എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? രാജ്യത്തിൻ്റെ പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അപ്പം എല്ലാം അവിടെ മെയിൻ ആരായിരുന്നു? ചക്രവർത്തിയായിരുന്നു എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ദ മുഗൾ പീരീഡ് there were no separate courts for the administration of justice as today. മുഗൾ കാലഘട്ടത്തിൽ നീതിന്യായ നിർവഹണത്തിനായി ഇന്നത്തെ പോലെ പ്രത്യേക കോടതികൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പല തട്ടുകളായിട്ട് കോടതികളുണ്ട്, അതുപോലെ അന്ന് കോടതികൾ ഇല്ലായിരുന്നു. ഇൻസ്റ്റഡ് ലോക്കൽ റിലീജിയസ് സ്കോളേഴ്സ് ക്വാസി ഇൻവെസ്റ്റിഗേറ്റഡ് ആൻഡ് അഡ്ജുഡിക്കേറ്റഡ് ഡിസ്പ്യൂട്ട്സ്. എങ്ങനെയായിരുന്നു? തദ്ദേശീയരായ മതപണ്ഡിതരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അവിടെ തന്നെ താമസിച്ചിരുന്നത്. തദ്ദേശീയ എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ തന്നെ ഉണ്ടായിരുന്നുള്ള മതപണ്ഡിതന്മാരാണ് ഈ ഇതുപോലെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തീർപ്പ് കൽപ്പിച്ചിരുന്നത്. അവരെ എന്ത് വിളിക്കും? ഖാസിമാർ എന്ന് വിളിക്കും. അവരാണ് ഖ്വാസിമാർ എന്ന് പറയുന്നത്. ദോസ് ഹു വെയർ ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡിസിഷൻ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു കംപ്ലൈൻറ്റ് ഡയറക്ട്ലി ടു ദ എംപറർ. അപ്പോൾ ഇവരുടെ ഈ തീരുമാനത്തിൽ, ഖ്വാസിമാരുടെ തീരുമാനത്തിൽ എന്തെങ്കിലും പരാതി ഉള്ളവർക്ക് നേരിട്ട് ആരെ അറിയിക്കാമായിരുന്നു? ചക്രവർത്തിയെ അറിയിക്കാൻ അവസരമുണ്ടായിരുന്നു. മിനിസ്റ്റേഴ്സ് ആൻഡ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വെയർ അപ്പോയിൻറ്റഡ് ടു അഡ്വൈസ് ദ കിങ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്. ഭരണപരമായ കാര്യങ്ങളിൽ നമ്മുടെ ചക്രവർത്തിയെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു? മിനിസ്റ്റേഴ്സിനെയും മന്ത്രിമാരെയും ഹെഡ്സ് ഓഫ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഓരോ തലവന്മാരും ഉണ്ടായിരുന്നു. ഭരണകാര്യങ്ങളിൽ രാജാവിന് ഉപദേശം നൽകുന്നതിനായി മന്ത്രിമാരെയും വകുപ്പ് അധ്യക്ഷന്മാരെയും നിയമിച്ചിരുന്നു. ഓക്കെ, അടുത്തതൊരു പിക്ചറാണ്. ആ പിക്ചറിൽ എന്താ കൊടുത്തിരിക്കുന്നത്? എംപറർ അക്ബർ ഹിയറിംഗ് ദി ഗ്രീവൻസസ് ഓഫ് ദ പീപ്പിൾ ഇൻ ദി ദിവാൻ കി ഖാസ്. അതായത് നമ്മുടെ ചക്രവർത്തി നേരിട്ട് ആളുകളുടെ പ്രശ്നങ്ങൾ കേൾക്കും എന്ന്, പരാതികൾ കേൾക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ കേൾക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്മളപ്പോൾ എന്താണ് ഈ ഭാഗത്ത് പഠിച്ചത്? ഭരണ സൗകര്യത്തിനായിട്ട് മുഗൾ രാജ്യത്തെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അവ? സുബ, സർക്കാർ, പർഗന, ഗ്രാമം എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത് ആരുടെ കാലത്താണ് ഇതുപോലൊരു സിസ്റ്റം ശക്തമായിട്ട് വന്നത്? അത് അക്ബറിൻ്റെ കാലത്തായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ഇവിടുത്തെ സോവറിൻ അതോറിറ്റി ആരായിരുന്നു? സർവാധികാരി ആരായിരുന്നു? പരമാധികാരിയും സർവ്വസൈന്യാധിപനും നിയമനിർമ്മാതാവും അന്തിമ ന്യായാധിപനും ചക്രവർത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാത്തിനും പവർ ആർക്കായിരുന്നു? മെയിനായിട്ടുള്ള ആൾ ചക്രവർത്തി ആയിരുന്നു. പിന്നെ ഇവിടുത്തെ കോർട്ടിനെ പറ്റിയിട്ട് പറഞ്ഞു. അവിടെ ആണെങ്കിൽ ആളുകളുടെയൊക്കെ പരാതി കേൾക്കുന്നത് ആരായിരുന്നു? അവിടുത്തെ മതപണ്ഡിതന്മാരായിരുന്നു. അവരെ എന്തോ വിളിക്കും? ഖ്വാസിമാർ എന്ന് വിളിക്കും, ഖ്വാസി എന്ന് വിളിക്കും. അപ്പോൾ ഈ ഖ്വാസിമാരായിരുന്നു പരാതി കേട്ടിരുന്നത്. ഇവരുടെ പരാതി കേട്ടതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ഡയറക്റ്റായിട്ട് ചക്രവർത്തിയോട് പ്രശ്നങ്ങൾ പറയാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ചക്രവർത്തിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് മന്ത്രിമാരും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ തലവന്മാരും ഉണ്ടായിരുന്നു. ഇതായിരുന്നു അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അന്ന് നിലനിന്നിരുന്ന സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ പറ്റി നോക്കാം. അന്നത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി. യൂറോപ്യൻ ട്രാവലേഴ്സ് ആൻഡ് ട്രേഡേഴ്സ് ഹു വിസിറ്റഡ് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം റെക്കോർഡഡ് അബൌട്ട് ദി സൊസൈറ്റി ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്. ആ സമയത്ത് ഇന്ത്യ സന്ദർശിച്ച യൂറോപ്യൻ ട്രാവലേഴ്സ് അവരുടെ യാത്രാക്കുറിപ്പുകളിലൊക്കെ അന്ന് ഇവിടെ നിന്നിരുന്ന സമൂഹത്തെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫ്യൂഡൽ സോഷ്യൽ സിസ്റ്റം എക്സിസ്റ്റഡ് ദാറ്റ് ടൈം. ഒരു ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയായിരുന്നു അന്ന് ഇവിടെ നിലനിന്നിരുന്നത്. ഒരു ഫ്യൂഡൽ സാമൂഹിക വ്യവസ്ഥയായിരുന്നു അന്ന് നിലനിന്നിരുന്നത്. സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറെൻറ്റ് സ്റ്റാറ്റസ്. സമൂഹം പല തട്ടുകളായിട്ട് വിഭജിച്ചിരുന്നു. പല തട്ടുകളായിട്ടുള്ളൊരു സമൂഹമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ദ കോമൺ മാൻ വാസ് അറ്റ് ബോട്ടം ഓഫ് സൊസൈറ്റി വിത്ത് ദ കിങ് അറ്റ് ദ ടോപ്പ്. എന്താണ് പറഞ്ഞത്? ഏറ്റവും താഴത്തെ തട്ടിൽ ആരായിരുന്നു? സാധാരണ മനുഷ്യരായിരുന്നു. ഏറ്റവും മുകൾ തട്ടിൽ വരുന്നത് രാജാവുമായിരുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ വേജസ് ആൻഡ് ഇൻകം. ആളുകളുടെ ജീവിത രീതി എന്ന് പറയുന്നത് അവരുടെ വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. ജനങ്ങളുടെ ജീവന നിലവാരം വേതനത്തെയും വരുമാനത്തെയും ആശ്രയിച്ചായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാമേഴ്സ്. കൂടുതൽ ആളുകളും ആരായിരുന്നു? കർഷകരായിരുന്നു. കാസ്റ്റ് സിസ്റ്റം എക്സിസ്റ്റഡ് എമംഗ് ദം. അവർക്കിടയിലെ ജാതി വ്യവസ്ഥ നിലനിന്നിരുന്നു. ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു.
അടുത്തയാണ് ടവർണിയർ, എ ഫ്രഞ്ച് ട്രാവലർ ഹു വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിംഗ് ദി മുഗൾ പീരീഡ്, റെക്കോർഡഡ് ദ സോഷ്യൽ കണ്ടീഷൻ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഓഫ് ദി പീപ്പിൾ അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് ഇന്ത്യ സന്ദർശിച്ച ഒരു ഫ്രഞ്ച് ട്രാവലറായിരുന്നു ടവർണിയർ എന്ന് പറയുന്നത്. അപ്പോൾ ടവർണിയർ അദ്ദേഹത്തിൻ്റെ യാത്രാക്കുറിപ്പിൽ ഈ അന്നത്തെ ആളുകളുടെ സാമൂഹിക വ്യവസ്ഥിതിയും ജനങ്ങളുടെ ജീവിത രീതിയെ പറ്റിയിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദെയർ എക്സിസ്റ്റഡ് വൈഡ് ഡിഫറൻസ് ഇൻ ദി വേ ഓഫ് ലിവിങ്, വേ ഓഫ് ലൈഫ്, ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് ക്ലോത്തിങ് ഓഫ് പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്. അവിടെ പല സ്ഥലങ്ങളിലും ജനങ്ങളുടെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം എന്നിവയിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരും കോമൺ ആയിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയോ ഭക്ഷണ രീതിയോ ഒന്നുമല്ല നിലനിന്നിരുന്നത്. ബാബർ ഈസ് ഹിസ് മെമ്മറീസ് recorded the labor system and caste system prevalent in India during those days. ബാബർ തൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്ന തൊഴിൽ വ്യവസ്ഥയെക്കുറിച്ചും ജാതിയെക്കുറിച്ചും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരുന്നു ഇവിടെ പല തട്ടുകളായിട്ടായിരുന്നു ഇവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതി ഉള്ളത്. ഏറ്റവും മുകളിൽ രാജാവായിരുന്നു. ഏറ്റവും അധികാരവും പവറും ആർക്കായിരുന്നു? രാജാവിനായിരുന്നു. ഏറ്റവും താഴത്തെ തട്ടിലായിരുന്നു സാധാരണ ജനങ്ങളെന്ന് പറയുന്നത്. സാധാരണ ജനങ്ങളിൽ ഭൂരിഭാഗവും പേരും കൃഷിക്കാരായിരുന്നു. ഇവർക്കിടയിലെ ജാതി വ്യവസ്ഥ നിലനിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ജാതിയിൽപ്പെട്ട ആളുകൾക്കും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എന്താ പറഞ്ഞത്? ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയും ആഹാര രീതിയും ജീവിത രീതിയും എല്ലാം ഓരോ സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് വ്യത്യസ്തമായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്തത് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ആഗ്ര ആൻഡ് ഫത്തേപൂർ സിക്രി വെയർ ലാർജർ ദാൻ ദി സിറ്റി ഓഫ് ലണ്ടൻ ആൻഡ് വാസ് ഓൾവേസ് ബസ്ലിംഗ് വിത്ത് പീപ്പിൾ. ആഗ്ര എന്നും ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന രണ്ട് സിറ്റിയാണ്. ഇതെന്ന് പറയുന്നത് ലണ്ടൻ സിറ്റിയെക്കാട്ടിൽ വളരെ വലുതാണ്. കൂടാതെ അതിനെക്കാട്ടിൽ ജനനിബിഡവുമാണ്. The 12-mile distance between these cities were filled with markets selling food and other items all along the way. അപ്പോൾ ഈ രണ്ട് സിറ്റികൾ തമ്മിൽ 12 മൈൽസ് ദൂരമുണ്ട്. ഈ ദൂരത്തിന് ഈ ഉള്ള വഴിയിൽ ഫുള്ളായിട്ട് എന്താണ്? പലതരം മാർക്കറ്റുകളും ഫുഡൊക്കെ വിൽക്കുന്ന കടകളും ഒക്കെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഗ്രയും ഫത്തേപൂർ സിക്രിയും ലണ്ടൻ നഗരത്തെക്കാൾ വലുതും ജനനിബിഡവുമായിരുന്നു. ഏതാണ്ട് 12 മൈൽ ദൂരമുണ്ട് ഈ നഗരങ്ങൾ തമ്മിൽ. ഈ ദൂരം അത്രയും വഴിനീളെ ഭക്ഷ്യവസ്തുക്കളും മറ്റും വിൽക്കുന്ന അങ്ങാടികൾ കാണാം. നോക്കിക്കേ, എബോ ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് 2 cities in India by Ralph Fish, an Englishman who visited India during the Mughal period. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഒരു ഇംഗ്ലീഷുകാരനായിരുന്ന റാൽഫ് ഫിച്ച് പറഞ്ഞതാണ് ഈ പ്രസ്താവന. From this description, you can understand the economic progress we had achieved during the Mughal period. മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക പുരോഗതിയെ പറ്റി നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അഗ്രികൾച്ചറൽ അച്ചീവ്മെൻറ്റ്സ് വെയർ ദ ബേസിസ് ഫോർ ദിസ് എക്കണോമിക് പ്രോഗ്രസ്. ഈ സാമ്പത്തിക പുരോഗതിക്ക് മെയിനായിട്ട് കാരണം എന്തായിരുന്നു? കാർഷിക രംഗത്തെ പുരോഗതിയായിരുന്നു അല്ലേ? സാമ്പത്തിക രംഗത്തെ പുരോഗതിക്ക് അടിസ്ഥാനം കാർഷിക രംഗത്തെ നേട്ടങ്ങളായിരുന്നു. റൈസ്, വീറ്റ്, ബാർലി, ഷുഗർ കെയിൻ, കോട്ടൺ ആൻഡ് ഓയിൽ സീഡ്സ് വെയർ ദി മേജർ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് ഓഫ് ദ ടൈം. ആ സമയത്തിലെ പ്രധാനപ്പെട്ടിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ നെല്ല്, ഗോതമ്പ്, ബാർലി, അരി, കരിമ്പ്, പരുത്തി, എണ്ണക്കുരുക്കൾ തുടങ്ങിയവ ആയിരുന്നു. Abul Fasal, in his book Ain-e-Akbari, recorded that Indians cultivated different varieties of rice. അപ്പം അബുൽ ഫസൽ അദ്ദേഹത്തിൻ്റെ ബുക്കായിട്ടുള്ള ഐൻ-ഇ-അക്ബരിയിൽ ഇന്ത്യയിൽ വ്യത്യസ്ത തരത്തിലുള്ള നെല്ലിനങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ദ ഫാർമർ വാസ് നോട്ട് എവിക്റ്റഡ് ഫ്രം ദി ലാൻഡ് ആസ് ലോങ് ആസ് ഹി പെയ്ഡ് ടാക്സ്. എത്ര കാലം വരെ നികുതി അടച്ചിരുന്നോ അത്രയും കാലം വരെ കൃഷിക്കാർക്ക് അവരുടെ ആ ഭൂമിയിൽ കൃഷി ചെയ്യായിരുന്നു. നികുതി കൊടുത്തിരുന്ന കാലം വരെ കർഷകനെ ഭൂമിയിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നില്ല. ഓക്കെ, The uses of technology and new tools enriched the agricultural sector during the Mughal period. മുഗൾ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യയുടെയും പുതിയ ഉപകരണങ്ങളുടെയും ഉപയോഗം കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. പുതിയതായിട്ട് എന്ത് കണ്ടുപിടിച്ചു? സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുതിയ ഉപകരണങ്ങൾക്ക് കണ്ടുപിടിച്ചു. അത് കാർഷിക മേഖലയിൽ വളരെയധികം ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കി. The Persian wheel ആൻഡ് കനാൽസ് വെയർ വൈഡ്ലി യൂസ്ഡ് ഫോർ ഇറിഗേഷൻ. ജലസേചനത്തിനായിട്ട് പേർഷ്യൻ ചക്രവും കനാലുകളും വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മുഗൾ ഭരണകാലഘട്ടത്തിൽ. ഇൻക്രീസ്ഡ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, ആക്സിലറേറ്റഡ് ട്രേഡ് ആൻഡ് അർബനൈസേഷൻ. അപ്പം കാർഷിക രംഗത്തെ ഉൽപ്പാദന വർദ്ധനവ് കച്ചവടത്തെയും നഗരവൽക്കരണത്തെയും ത്വരിതപ്പെടുത്തി. ഗുജറാത്ത് വാസ് ദി ഗേറ്റ് വേ ഓഫ് ഫോറിൻ ഗുഡ്സ്. ഗുജറാത്ത് ആയിരുന്നു ഫോറിൻ ഗുഡ്സിൻ്റെ വിദേശ ചരക്കുകളുടെ പ്രവേശന കവാടം എന്ന് പറയുന്നത്. ഗുജറാത്തിൽ സീ ഏരിയ കൂടുതലാണല്ലേ. അപ്പം അന്ന് കപ്പൽ മാർഗമായിരുന്നു ചരക്കുകൾ ഇന്ത്യയിലോട്ട് എത്തിച്ചിരുന്നതും ഇവിടുന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും. അപ്പം അതുകൊണ്ട് ഗുജറാത്തായിരുന്നു മെയിനായിട്ട് ഇവരുടെ എല്ലാം പ്രവേശന കവാടം.
ദ മെയിൻ എക്സ്പോർട്ട് ഐറ്റംസ് വെയർ ടെക്സ്റ്റൈൽസ്, മസ്ലിൻ, ഷുഗർ ആൻഡ് റൈസ്. പ്രധാനമായിട്ടും ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിരുന്നത്, കയറ്റുമതി ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു? ടെക്സ്റ്റൈൽ തുണിത്തരങ്ങളും, മസ്ലിൻ പട്ട്, ഷുഗർ പഞ്ചസാര, അതുപോലെ തന്നെ അരി, ഇവയായിരുന്നു പ്രധാനമായിട്ടും ഇവിടുന്ന് കയറ്റുമതി ചെയ്തിരുന്ന സാധനങ്ങൾ. വാട്ടർ ട്രാൻസ്പോർട്ട് മെയ്ഡ് സഫീഷ്യൻറ്റ് പ്രോഗ്രസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. വെള്ളത്തിലൂടെ അതായത് ജലഗതാഗതം ഈ സമയത്ത് വളരെയധികം വികസനം ഉണ്ടായിട്ടുണ്ട്. ദ മേജർ സിറ്റീസ് ഇൻ ദീസ് പീരീഡ് വെയർ ധാക്ക, മുർഷിദാബാദ്, സൂററ്റ്, ലാഹോർ, ആഗ്ര എക്സെട്ര. അന്നത്തെ പ്രധാനപ്പെട്ട സിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ധാക്കയും മുർഷിദാബാദും സൂററ്റും ലാഹോറും ആഗ്രയും ഒക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പേർഷ്യൻ വീലിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റമായിരുന്നു ഈ പേർഷ്യൻ വീൽ എന്ന് പറയുന്നത്. നമ്മളിതിന് മുമ്പ് അബുൽ ഫസലിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അബുൽ ഫസലിനെ പറ്റിയിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അബുൽ ഫസൽ വാസ് ദി മോസ്റ്റ് പ്രോമിനൻറ്റ് ഹിസ്റ്റോറിയൻ ഡ്യൂറിങ് ദി മുഗൾ എറ. മുഗൾ ഭരണകാലത്ത് നിലനിന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരനായിരുന്നു അബുൽ ഫസൽ എന്ന് പറയുന്നത്. ഹി വാസ് അക്ബേഴ്സ് അഡ്വൈസേഴ്സ് ആൻഡ് ബയോഗ്രാഫർ. അക്ബറിൻ്റെ ഉപദേശകനും ജീവചരിത്രകാരനുമായിരുന്നു ആര്? അബുൽ ഫസൽ. ഹീ ഈസ് ദ ഓഥർ ഓഫ് ദി ബുക്സ് എയ്ൻ-ഇ അക്ബരി ആൻഡ് അക്ബർനാമ. അദ്ദേഹമാണ് എയ്ൻ-ഇ അക്ബരിയും അക്ബർനാമ എന്നീ പുസ്തകങ്ങളും രചിച്ചത് അബുൽ ഫസലാണ്. ഓക്കെ ആണല്ലോ. ഈ നഗരങ്ങളൊക്കെ ഇന്ന് ഏത് കൺട്രിയിലാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ കൺട്രീസ് ഇൻ വിച്ച് ദീസ് മുഗൾ സിറ്റീസ് ആർ ലൊക്കേറ്റഡ്. ഫസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്ന സിറ്റി ധാക്കയാണ്. ധാക്ക ബംഗ്ലാദേശിലാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്തത് വെച്ചിരിക്കുന്നത് മൂർഷിദാബാദാണ്. മൂർഷിദാബാദ് ഇന്ത്യയിലാണ്, വെസ്റ്റ് ബംഗാളാണ് കേട്ടോ. അടുത്തതാണ് ലാഹോർ പാകിസ്ഥാനിലാണുള്ളത്. സൂററ്റ് ഇന്ത്യയിലാണ്, ഇന്ത്യയിലെ ഗുജറാത്തിലാണ് സൂററ്റ്. ആഗ്ര എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ യുപിയിലാണ് ആഗ്ര. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ്. ഓക്കെ. അടുത്തതാണ് സാംസ്കാരിക സമന്വയം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? രാസ്നാമ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാവ് യു നോട്ടീസ് ദ പിക്ചർ? ചിത്രം ശ്രദ്ധിച്ചില്ലേ? ദിസ് ഈസ് ദ ഫ്രണ്ട് കവർ ഓഫ് മഹാഭാരത ട്രാൻസ്ലേറ്റഡ് ഇൻ ടു പേർഷ്യൻ ഡ്യൂറിങ് ദ മുഗൾ എറ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത മഹാഭാരതത്തിൻ്റെ ഫ്രണ്ട് കവറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് ട്രാൻസ്ലേറ്റഡ് ബൈ ദാരാ ഷുക്കോ, ദ സൺ ഓഫ് ദി മുഗൾ റൂളർ ഷാജഹാൻ. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദി മുഗൾ ബ്ലെൻഡിങ് വിത്ത് ഇന്ത്യൻ കൾച്ചർ. ഇതെന്താണ്? മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്. സച്ച് ബ്ലെൻഡിങ് ഓഫ് കൾച്ചർ ടുക്ക് പ്ലേസ് ഇൻ മെനി റീജിയൻ. ഇക്കാലത്ത് നിരവധി വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. ലെറ്റ് us have a look at some example of such cultural integration. നമ്മുടെ ഇന്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് മഹാഭാരതം എന്ന് പറയുന്നത്. അപ്പോൾ മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയുടെ മകനായിട്ടുള്ള ദാരാ ഷുക്കോ ആയിരുന്നു. അപ്പം മുഗൾ ഭരണവും ഇന്ത്യൻ സംസ്കാരവുമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് ഇതെന്ന് പറയുന്നത്. ഇതേപോലെ നിരവധി കൂടിച്ചേരുകൾ നമുക്ക് കാണാൻ പറ്റും. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. The Taj Mahal, Agra Fort and Red Fort are examples of the fusion of Indian architectural style with the Persian style brought here by the Mughals. നമ്മുടെ താജ്മഹൽ, അതുപോലെ തന്നെ ആഗ്ര ഫോർട്ട്, റെഡ് ഫോർട്ട്, ഇതിൻ്റെയൊക്കെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ വാസ്തുവിദ്യാശാസ്ത്ര പ്രകാരവും അതുപോലെ തന്നെ പേർഷ്യൻ സ്റ്റൈലും കൂടി ചേർന്നിട്ടാണ്. Urdu, a new language, was also formed by the fusion of Persian and Hindi languages during this period. അതായത് പേർഷ്യൻ ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജോടെ കൂടി ചേർന്നിട്ട് ഒരു പുതിയ ഭാഷ ഉണ്ടായി. അതാണ് ഈ ഉറുദു എന്ന് പറയുന്നത്. ഇതും ഇവരുടെ ഭരണകാലത്താണ് ഉണ്ടായത്. ഹിന്ദുസ്ഥാനി മ്യൂസിക് ഓൾസോ ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് സിന്തസിസ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടായതും എങ്ങനെയാണ്? ഈ കാലഘട്ടത്തിലാണ്, ഈ കൂടിച്ചേരലിലൂടെയാണ്. അതായത് ഇന്ത്യൻ സംസ്കാരവും അതുപോലെ തന്നെ പേർഷ്യൻ സംസ്കാരവും കൂടി ചേർന്നാണ് ഹിന്ദുസ്ഥാനി മ്യൂസിക്കും ഉണ്ടായത്. താജ്മഹൽ, ആഗ്രാക്കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്ന് പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. സമന്വയം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ. ഈ കൂടിച്ചേരലിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉണ്ടായത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് താജ്മഹലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇതാണ് താജ്മഹൽ എന്ന് പറയുന്നത്. അടുത്തത് ആഗ്രാക്കോട്ടയാണ് ഈ കൊടുത്തിരിക്കുന്നത്.
The Mughal era witnessed similar types of integration in all walks of life. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിന് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഈ ആർക്കിടെക്ചറൽ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇതേപോലെയുള്ള സമന്വയത്തിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുഗൾ ഭരണകാലത്തെ പറ്റിയിട്ട് നമുക്ക് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് വിജയനഗര റൂളിനെ പറ്റിയിട്ടാണ്. അപ്പം ഇത്രയും ക്ലാസ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ബാക്കി നമുക്ക് അടുത്ത പാട്ടായിട്ട് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.